Hey guys, welcome back to my new vlog. ഇന്നലെ കുറച്ച് നേരം വൈകി കാണും. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് ഫുള്ളതാ ഒരാൾ കടന്നുറങ്ങുന്നു. ഫുള്ള് ഫില്ലേ ബാത്റൂം പോയിട്ട് എന്തോ കഴിഞ്ഞോ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. വയറുവേദനക്കണേ. ടൗണ് പോണ്ട് ടൗണിക്ക് എന്തിനാ പറഞ്ഞ സിനിമ ആണ്. ഏതോക്ക് മറ്റേ മോഹൻലാലിൻ്റെ മറ്റേ ഏത് പ്രണവ് ഏത് സിനിമ ഉണ്ടല്ലോ ഡൈസേരിയേ ഉറപ്പില്ല. ഇന്നലെ അത് പറഞ്ഞിട്ട് പോയിട്ട് നേരെ വൈകിപ്പോയി, ടൈം വൈകി. അപ്പോൾ അങ്ങനെ എടാ വേഗം ഡാ. ഹലോ 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 കഴിഞ്ഞോ? പല്ല് കഴിഞ്ഞിട്ട് നേരെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വരാട്ടോ. പല്ല് ചൊല്ല പരിപാടിയും തീർക്കട്ടെ. ഫ്രഷായി വന്നിട്ടോ. അമ്മയ്ക്ക് ഈ കപ്പ വേണ്ടല്ലോ? ആ ഇല്ല. ഇപ്പൊ നമ്മളെന്തായാലും നല്ല കപ്പയും അച്ചാറും കൂട്ടി ചോറ് കഴിച്ചിട്ട് കപ്പയും അച്ചാറും കൂട്ടി കഴിച്ചിട്ട് കപ്പയും അച്ചാറും കൂട്ടി നല്ല വെട്ടിയിട്ട് ഞാനേ ഇപ്പൊ വരാട്ടോ. വെയിറ്റ് ആക്ക്. നമ്മളിവിടെ ഇപ്പൊ യാത്രയാവാനുള്ള പുറപ്പാടിൽ ഒരുങ്ങിയുണ്ട്. ഇതാ അതിന് ഷർട്ടൊക്കെ ഇട്ടിട്ട് പോവാനുള്ള ഒരു സെറ്റപ്പിൽ നടന്നുകൊണ്ട് നിൽക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി കൽപ്പറ്റ എനിക്ക് 2 ഗിഫ്റ്റിൻ്റെ കുട്ടികളെ കടിക്കാണ്ട്. 2 മണിക്കോ ഞാൻ വരില്ല. കുറച്ച് ദിവസമായിട്ട് വെയിൽ വന്നാലും വെയിലില്ലെങ്കിലും കോട പോലെ അങ്ങനെ മൂടി കിടക്കും. ഞാൻ കുറേ ദിവസമായി ശ്രദ്ധിക്കുന്നു. കണ്ടോ അത് ഓ 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റിൽ എങ്ങനെയാലും അവിടെ എത്തണം. 11 മണിക്കാണ് ടിക്കറ്റ്. വേഗം നടക്കുക. സ്ഥലത്ത് തന്നെ ബസ് നേരത്തെ കിട്ടിയായിരുന്നു. നേരെ ബസ് കാത്തിക്കാൻ വേണ്ടി പാലിലെ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബസ് നേരെ കയറുക. നേരെ അവിടെ ടൈം ആയിക്കണ്. 11 മണിക്കാ 10:50 ആയിക്കണ്. ഇപ്പോൾ നേരെ അവിടെ എത്തിയ സിനിമ കാണാം. അല്ലെങ്കിൽ 2 മണിക്ക് പോയി കാണണ്ടായിരുന്നു കേട്ടോ. ബസ് കയറിയിരിക്കണേ. ബസ് കയറി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് വേറെ സ്റ്റാൻഡിൽ ഇറങ്ങണം. പിന്നെ അവിടെ നിന്ന് കുറച്ചെടുക്കാനല്ലേ ഉള്ളൂ. അവിടുന്ന് അത് കുറച്ച് നടക്കുക, ടിക്കറ്റ് എടുക്കുക, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ടൈം 11 മണി കഴിഞ്ഞിരിക്കണം. കാണണ്ടോ അവിടെയൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കണ്. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മളതിനെ സ്പോട്ട് എത്തി. ഇത് ഗൈസ് പോസ്റ്റ് അവിടെ എത്താനായി കേട്ടോ. ഒരു ഇത്തിരി നടക്കുകയാണെങ്കിൽ സ്ഥലം എത്തും. അവിടെ പോവാ. ടിക്കറ്റ് കിട്ടിയതായിരുന്നു. 11 മണി കഴിഞ്ഞേ. ഈ അറിയില്ല എന്നാ പോയോടെ എത്തിയോ യോ കൂടി കയറി ഇപ്പോഴേ ഇറങ്ങാം. എന്തെങ്കിലും ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളിൽ സീന് പടം അതിലുണ്ടല്ലോ. പറയില്ല, പറയേണ്ട ആവശ്യമില്ല. കണ്ടൊക്കെ പോയിട്ട് ആഹാ ഏത് സാധനം മൂട് സാധനം നിങ്ങളെ എന്തായാലും കണ്ടു കേട്ടോ. നൈസ് പടം, സെറ്റാണ്, പവറാണ്, ത്രില്ലിംഗ് ആണ്, സൂപ്പറാണ്.
വേറെ ഒന്നും പറയാനില്ല. നേരെ ഇനി വീട്ടിൽ പോയി. അത് ഞാൻ പറഞ്ഞ കാറ് പോയി 2 വീഡിയോ എടുത്തല്ലോ. മാനിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി കടന്നുറങ്ങുന്നത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ 2 മണിയായിട്ട് ആയിട്ടുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. നേരെ പോവുക, കടന്നുറങ്ങുക, എന്ത് കഴിച്ചിട്ട് കടന്നുറങ്ങുക. സിനിമ പൊളിയായിരുന്നു, നൈസായിരുന്നു, ഇഷ്ടപ്പെട്ട്. സൺസ്ക്രീൻ വെച്ചുകൊണ്ട് എന്താ പറയുക, ഒരു വെയിൽ ഒരു ഇതിൽ എന്താ പറയുക, ഒരു അധികം വെയിലില്ല. വെയിൽ എന്നാലും നിങ്ങൾക്ക് കാണണ്ടാവും, വെയിലുണ്ട്. എന്നാലും എനിക്കധികം ഓവർ ചൂടില്ല, ചൂടെടുക്കില്ല. നേരെ വീട്ടിൽ പോവുക, എന്തെങ്കിലും കഴിച്ചിട്ട് കടന്നുറങ്ങുക. അയാളോ വീട്ടിലെത്തിക്കണേ. നീ കുറച്ച് ഉറങ്ങട്ടെ. നിനക്ക് എന്താ ചൂണ്ടലാണോ? ഇല്ല, ചൂണ്ടല്ല കേട്ടല്ലോ കേട്ടോ. എവിടുന്നാ? എവിടുന്ന്? എവിടെ ഇടുന്ന്? പിന്നെ ചാർജൊന്നുമില്ല. ഞാൻ ഫോട്ടോ ഒക്കെ പിന്നെ എടുത്തായി. കുറച്ചേരം കടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പോൾ വെല്ലിച്ചിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഒരാൾ ഉച്ചയ്ക്ക് ആരൊക്കെ ചേച്ചി പോയിരുന്നു, ഇങ്ങനെയൊക്കെ പോയിരുന്നു. ഉച്ചയ്ക്ക് പോയിട്ട് മൊബൈൽ അവിടെ മറന്നു വെച്ച് കുത്തിയേക്കാൻ വേണ്ടി കൊടുത്താൽ അവിടെ റൂമിൽ കുത്തിച്ചിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അവർ രണ്ടാളും വീട്ടിലെത്തി. മൊബൈലുണ്ട് അവിടെ. മൊബൈൽ എടുക്കാൻ ഞങ്ങൾ രണ്ടാളും പോവാം കേട്ടോ. ഞാനുണ്ട് ഇവിടെ, നമ്മളെ മൊട്ടപ്പ ഉണ്ട്. മൊട്ടപ്പല്ലേ, മൊട്ടപ്പ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സിനിമ കാണാൻ പോയി. മറ്റേതില്ലേ പുതിയ സിനിമ, മറ്റേ പ്രണവ് മോഹൻലാലിൻ്റെ അല്ലേ? ഏത് സിനിമ ഉണ്ട് നീ കഞ്ഞു പിടിക്കൂല. ഓ അയ്യ, എല്ലാവരും എടുക്കല്ലേ എന്നാ? എല്ലാവരും ഡയലോഗ് ഞാൻ പറയാം. ഇവിടെ അമ്പലത്തിൽ പരിപാടിയൊക്കെയുള്ള എല്ലാ സെറ്റപ്പ് ഇവിടെ നടത്താം കേട്ടോ. അവിടെ പുല്ലൊക്കെ ചെത്തി ലെവലാക്കിയിട്ട് പണിയെടുക്കാം കേട്ടോ എല്ലാവരും. എല്ലാവരും ഇവിടെ വൈകുന്നേരം ടൈമിൽ പണിക്കുള്ള തിരക്കാട്ടോ. പണിയല്ല, അവിടെ വൃത്തിയാക്കാനുള്ള അമ്പലത്തിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചെറിയ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞങ്ങളിപ്പോൾ മല പോകാനുള്ള ഇവിടെ പൈതി റോഡ് എത്തിയിട്ടോ. പിന്നെ അങ്ങോട്ട് നടക്കുക. ഇവനല്ലേ, ഇവൻ കാണുമ്പോഴല്ല, ഇവന് സ്വന്തമായിട്ട് ജേഴ്സി ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, സ്വന്തമായിട്ട് ജേഴ്സി. ഫുട്ബോൾ കളിക്കണക്കാരാ. ഫുട്ബോൾ ക്രിക്കറ്റോ? ഫുട്ബോൾ കളിക്കണക്കാരാ കേട്ടോ. ഇതൊക്കെ നല്ല. എത്ര ഗോൾ അടിച്ച്? 3 ഗോളോ? 3 ഗോൾ അടിച്ചെന്ന് പറയണേ. ജേഴ്സി കിട്ടി കളിക്കണക്കാരാ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ വഴി കയറുമ്പോഴാണ് ഒരു ഇത് കിട്ടുക. എന്താ പറയുക, ഫുള്ള് ഫുള്ള് എന്താ പറയുക, നല്ല ശാന്തത ഉണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട്. ഇവിടെ കയറുമ്പോഴാണ് ഒരു നല്ല ഉച്ചയായാലും എന്തായാലും ഈ വഴി കൂടെ തന്നെ നടക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പ് വെച്ച് നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. നല്ല രസമുണ്ട് ഇത് കൂടെ നടക്കാൻ. ഞാൻ എപ്പോഴും ഇത് കൂടെ പോകുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. ഉണ്ടോ അവിടെ നിന്നുണ്ട് അങ്ങനെ. ഞാൻ എപ്പോഴും ഇത് കൂടെ പോകുമ്പോഴൊക്കെ ഇത് തന്നെയാണ് കാണിക്കുന്നത്. കിട്ടില്ല. തുറന്നോ? ഇവിടെ നോക്കി നോക്കാം. ഇവന് വാലൊന്നും തുറക്കാറിയില്ല, ലോക്ക് അതൊക്കെ തുറക്കാറിയില്ലാത്ത. അത് നീ കുറച്ച് വെള്ളം കൊണ്ടുപോടാ. നല്ല ഉറക്കം, നല്ല ഉറങ്ങിക്കണ്. മൂക്കത്തെ കുരു ഉണ്ടാവും, അതാണ് സീനായി കളിക്കണം. വലിയ കുരു എഴുതും. ഞാൻ നെക്കി അങ്ങോട്ട് പൊട്ടിച്ച്. വെള്ളം തണുത്ത വെള്ളം, തണുപ്പ് വേണം. കുറച്ചേ വെള്ളം കുടിക്കട്ടെ. പച്ചവെള്ളല്ലേ?
വെള്ളം കുടിച്ച് പോകാൻ ആശ്വാസമായി. ഇവിടുത്തെ പട്ടിയെ ചത്തില്ലേ? നേരെ പോവല്ലേ? കം മൊബൈൽ നോക്കിക്കാതെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വ്ളോഗിനെ എന്താ പറയുക, അടിപൊളി ദിവസമായിരുന്നു എനിക്ക് തോന്നിയെന്ന്. കുറച്ചും കൂടി നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.